ഒരു ചെക്ക് ബൗൺസ് ആയാൽ എന്ത് സംഭവിക്കും? ഇന്ത്യയിലെ നിയമപ്രകാരം ഇതൊരു ക്രിമിനൽ കുറ്റമാണെന്ന് നിങ്ങൾക്കറിയാം. ഇതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തമായി സംസാരിക്കാം. ഇതിനെയാണ് ചെക്ക് ഡിസോണർ എന്ന് വിളിക്കുന്നത്. ഒരു ബിസിനസ്സുകാരൻ തൻ്റെ സുഹൃത്തിന് ഒരു ചെക്ക് നൽകും. സുഹൃത്ത് അത് ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യും. പക്ഷേ ആ അക്കൗണ്ടിൽ ആവശ്യത്തിന് പണമില്ല. ബാങ്ക് ആ ചെക്ക് മടക്കി അയക്കും. ഇവിടെയാണ് നിയമം പ്രവർത്തിച്ചു തുടങ്ങുന്നത്. ഇവിടെയാണ് സെക്ഷൻ 138 ബാധകമാകുന്നത്. ഈ നിയമപ്രകാരം ചെക്ക് മടക്കുന്നത് ഒരു ക്രിമിനൽ കുറ്റമാണ്. ആദ്യത്തെ പടി, ചെക്ക് ഇഷ്യൂ ചെയ്ത് 6 മാസത്തിനുള്ളിലോ അല്ലെങ്കിൽ ചെക്കിന്റെ കാലാവധി തീരുന്നതിന് മുൻപോ ഇതിൽ ഏതാണോ നേരത്തെ വരുന്നത് അതിനുള്ളിൽ ബാങ്കിൽ പ്രസന്റ് ചെയ്യണം. ചെക്ക് മടങ്ങിയാൽ 30 ദിവസത്തിനുള്ളിൽ തന്റെ വക്കീൽ വഴി ചെക്ക് തന്ന ആൾക്ക് ഒരു ലീഗൽ നോട്ടീസ് അയച്ചിരിക്കണം. നോട്ടീസ് ലഭിച്ച ശേഷം ചെക്ക് തന്ന ആൾക്ക് പണം നൽകാൻ 15 ദിവസത്തെ സമയം ലഭിക്കും. ഇതിനുള്ളിൽ പണം നൽകിയാൽ കേസ് ഒഴിവാക്കാം. 15 ദിവസത്തിനുള്ളിൽ പണം നൽകിയില്ലെങ്കിൽ അടുത്ത 1 മാസത്തിനുള്ളിൽ മജിസ്ട്രേറ്റ് കോടതിയിൽ പരാതി ഫയൽ ചെയ്യാവുന്നതാണ്. ഇതൊരു ക്രിമിനൽ കേസ് ആയി മാറും. സെക്ഷൻ 138 പ്രകാരം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ 2 വർഷം വരെ തടവോ അല്ലെങ്കിൽ ചെക്ക് തുകയുടെ ഇരട്ടി പിഴയോ ശിക്ഷയായി ലഭിക്കാം. ചിലപ്പോൾ ഇത് രണ്ടും കൂടെ ലഭിക്കാം. ചെക്ക് നൽകുന്നത് വലിയൊരു നിയമപരമായ ഉത്തരവാദിത്തമാണ്. അതിനാൽ ചെക്ക് നൽകുമ്പോൾ അക്കൗണ്ടിൽ പണമുണ്ടെന്ന് എപ്പോഴും ഉറപ്പുവരുത്തുക. നിയമം അറിയുക, സുരക്ഷിതരാവുക. കൂടുതൽ നിയമ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിയമം നമ്മുടെ അവകാശമാണ്.